ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4th മൊഡ്യൂള് ബിസിനസ് ഇൻ ദ ഫാക്ടർ മാർക്കറ്റിലെ പ്രൈസിങ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളുടെ മൊഡ്യൂളിൽ 4th മൊഡ്യൂളിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രൈസിങ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, സോ ആദ്യം നമുക്ക് ലേബറിൻ്റെ പ്രൈസിങ്, അതിനുശേഷം ക്യാപിറ്റലിൻ്റെ പ്രൈസിങ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്താണ് ലേബർ നോക്കാം. ഓക്കെ, ലേബർ മീൻസ് മെൻ്റൽ ഓർ ഫിസിക്കൽ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഏൺ ആൻ ഇൻകം. ഒരു ഇൻകം ഏൺ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു വ്യക്തി മെൻ്റലി ഓർ ഫിസിക്കലി ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഇക്കണോമിക്സ്. അതുപോലെ ഇനി ലേബർ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് സിംപ്ലി മീൻസ് ദ മാർക്കറ്റ് വേർ ദ സർവീസസ് ഓഫ് ലേബർ ആർ ബ്രോട്ട് ആൻഡ് സോൾഡ്. ലേബർ സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ എംപ്ലോയേഴ്സ് ലുക്ക് ഫോർ പ്രൊഫൈൽ പീപ്പിൾ ടു വർക്ക് ഫോർ ദം ആൻഡ് പീപ്പിൾ ലുക്ക് ഫോർ ജോബ്സ്. ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ എന്നാണ് എംപ്ലോയേഴ്സ് വർക്കിന് വേണ്ടി ആൾക്കാരെ അന്വേഷിക്കുകയും ആൾക്കാർ ജോബിന് വേണ്ടി എംപ്ലോയേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്ലേസിനെയാണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ് പോലത്തെ ഒരു പ്ലേസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു വെർച്വൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്താണ് സിറ്റുവേഷൻ ഇതാണ്, എംപ്ലോയേഴ്സ് ആൾക്കാരെ അന്വേഷിക്കുകയും വർക്കിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജോലിയില്ലാത്ത ആൾക്കാർ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെയാണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമ്മൾ ലേബേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ഓർ എമംഗ് എംപ്ലോയീസ് ആൻഡ് ദർ ഓർഗനൈസേഷൻസ് ദാറ്റ് ഗ്രോ ഔട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഈ എംപ്ലോയീസ് അല്ലെങ്കിൽ ലേബേഴ്സ് വർക്ക് ചെയ്ത് ആ എംപ്ലോയ്മെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഓർഗനൈസേഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പോ, ഇതിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. സോ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നല്ലതുമാണ്, എന്നാൽ അതിന് കുറേ പ്രോബ്ലംസും ഉണ്ട്, ഇഷ്യൂസും ഉണ്ട്. സോ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നോക്കാം. അത് പല ഏരിയാസിൽ, ഇൻഡസ്ട്രിയിലെ പല ഏരിയാസിലായിട്ട് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ്റെ ഏരിയയിൽ, ദെൻ ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ്, ദെൻ ട്രേഡ് യൂണിയനിസം, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഈ ഏരിയകളിലെല്ലാം എന്തൊക്കെ ഇഷ്യൂസാണ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷനിലൂടെ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ. എന്താ ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ എന്ന് പറയുക. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് വേണം വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ലാക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയാതെയോ അറിഞ്ഞിട്ടും പാലിക്കാതെ ഇരിക്കുന്ന കേസിൽ ക്വാളിറ്റിയിലും പ്രൊഡക്ടിവിറ്റിയിലും എല്ലാം കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ദെൻ എംപ്ലോയീസ് മിസ്കണ്ടക്ട്, അതായത് വയലേഷൻ ഓഫ് റൂൾസ്, ആബ്സെൻറ്റീസം, ഫൈറ്റിങ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയൊക്കെയാണ് മിസ്കണ്ടക്റ്റിൽ പെടുത്തുന്നത്. ദെൻ പുവർ വർക്ക് കൾച്ചർ, ദാറ്റ് ഈസ് ഇറ്റ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് എൻവയോൺമെൻറ്റ് ഇൻ ദ വർക്ക് പ്ലേസ്. ദിസ് ക്യാൻ ലീഡ് ടു ലോ മൊറൽ ആൻഡ് ഹൈ ടേൺ ഓവർ റേറ്റ്സ്. അതായത് ഒരു എത്തിക്സ് ഇല്ലാത്ത, വർക്ക് കൾച്ചറിൽ വളരെ മാന്യതയില്ലാത്ത ആ ഒരു സിറ്റുവേഷൻസിനെ ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിനിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു സിറ്റുവേഷൻസ് വെർ എംപ്ലോയീസ് ആർ അൺഹാപ്പി ഓർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ വർക്കിംഗ് കണ്ടീഷൻസ്. എംപ്ലോയീസ് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കാരണങ്ങൾ പുവർ വർക്കിംഗ് കണ്ടീഷൻ ആവാം, വേജസ് ഒക്കെ കുറവായതുകൊണ്ടാവാം, ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ കൊണ്ട്, അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലേബേഴ്സ്, അൺറിസോൾവ്ഡ് ഗ്രീവൻസസ്, അതായത് ലേബേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും അതിന് എതിരെ അല്ലെങ്കിൽ അതിനെ ഒരു പരിഹാരം ആക്കി കൊടുക്കാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ്.
ആണ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ട്രേഡ് യൂണിയനിസം. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അതായത് എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് കൂടി ചേർന്ന ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ട്രേഡ് യൂണിയൻ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. എന്തൊക്കെയായിരിക്കാം? കോൺഫ്ലിക്റ്റ് വിത്ത് എംപ്ലോയേഴ്സുമായിട്ട് കോൺഫ്ലിക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓവർ യൂണിയനൈസേഷൻ, അതായത് ഒരു പരിധിയിലധികം യൂണിയൻ ആവുന്നതും മോശമാണ്. ദെൻ ലാക്ക് ഓഫ് കോപ്പറേഷൻ, എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള കോപ്പറേഷനിൽ വ്യത്യാസം വരാം. ദെൻ സ്ട്രൈക്സ്, പ്രൊട്ടസ്റ്റ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ വർക്കേഴ്സിനെയും കൂടെ അല്ലെങ്കിൽ അവരെ കൂടെ ഇൻഡസ്ട്രിയൽ ഡിസിഷൻസിൽ പാർട്ടാക്കുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുക, അവരുടെ എന്താ പറയുക ഐഡിയാസിന് വില കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ ഏരിയയിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ചാലഞ്ചസ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരുടെയും ഡിസിഷൻസ് അല്ലെങ്കിൽ എല്ലാവരുടെ ഒപ്പീനിയനൊന്നും കണക്കിലെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കോൺഫ്ലിക്റ്റ് ഓവർ ഡിസിഷൻസ്, എടുത്തിരിക്കുന്ന ഡിസിഷൻസിൻ്റെ മുകളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ദെൻ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, എല്ലാ എംപ്ലോയീസും വർക്കേഴ്സും മാനേജ്മെൻറ്റ് ലെവലിൽ എക്സ്പീരിയൻസ്ഡ് ആവണമെന്നില്ല. സോ എല്ലാവരുടെയും എന്താ പറയുക എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് തന്നെ ബെറ്റർ ബിസിനസ് ഡിസിഷൻസ് ഒന്നും അവർക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ദെൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്, അതായത് വർക്കേഴ്സ് ഓവർ തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ട് പോകും. അതായത് കമ്പനിയുടെ ഡിസിഷൻസ് മുഴുവൻ ഇവരാണ് എടുക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തുവാണെങ്കിൽ ഇതൊക്കെ ഇൻഡസ്ട്രീനെ ഒരു പ്രോബ്ലത്തിലേക്ക് നയിക്കും. സോ ദീസ് ആർ സം ഓഫ് ദ പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് വേജ് റേറ്റിലോട്ട് പോവുകയാണെ. അതായത് പ്രൈസിങ് ഓഫ് ലേബർ, അത് തന്നെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് വേജ് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലേബറിന് കൊടുക്കുന്ന പ്രൈസ് ആണല്ലോ വേജ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വേജ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക? ഒരു സിംഗിൾ ഫേം തന്നെ തീരുമാനിക്കുവാണോ അതോ എല്ലാവരും കൂടെയാണ് തീരുമാനിക്കുന്നത്? അതെങ്ങനെയാണ്? അത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വേജ് റേറ്റ് ഡിറ്റർമിനേഷനിൽ രണ്ട് കേസിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലും. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്നും ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്നും എല്ലാം നമ്മൾ തേർഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇവിടെ ലേബറിൻ്റെ കേസിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫേംസ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ലേബേഴ്സ്. നോർമലി നമ്മൾ എന്താ പറയുക, ലാർജ് നമ്പർ ഓഫ് ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറയും. ഇവിടെയും ബയ്യറും സെല്ലറും തന്നെ, പക്ഷേ പറയുമ്പോൾ ആരൊക്കെയാണ്? ബയ്യർ എന്ന് പറയുന്നത് ഫേംസ് ആയിരിക്കാം, ആരാണ് ലേബറിനെ വാങ്ങുന്നത്. സെല്ലേഴ്സ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ലേബറേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് വേജ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫ് നോക്കുമ്പം ഇതിൽ ഇൻഡസ്ട്രിയുടെയും ഫേമിൻ്റെയും എന്താണ് വേജ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഗ്രാഫ് ഇൻഡസ്ട്രിയുടെ ഗ്രാഫാണ്, രണ്ടാമത്തെ ഗ്രാഫ് ഫേമിൻ്റെ ഗ്രാഫാണ്. സോ ഇത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡും സപ്ലൈയും ആണ് ഇക്വിലിബ്രിയം വേജ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, DD എന്ന് പറയുന്നത്. SS എന്ന് പറയുന്ന സപ്ലൈ കർവ് ഉണ്ട്. സോ ലേബേഴ്സിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം, E എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റ് നമ്മൾ ഡയറക്റ്റായിട്ട് വേജസിൻ്റെ നേരെ Y ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു വേജ് ഉണ്ടാവുമല്ലോ. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ 100 എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്പർ ഉണ്ടാവുക. സോ ഇതാണ് ഇക്വിലിബ്രിയം വേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു ഇൻഡിവിജ്വൽ ഫേം അല്ല പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പകരം ഇൻഡസ്ട്രി മുഴുവനായിട്ടും ഒരൊറ്റ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പെർട്ടിക്കുലർ ഫേമിനെ കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കില്ല. വേജ് കുറയുകയോ കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ നഷ്ടങ്ങളായിരിക്കും ആ ഫേമിന് ഇൻകർ ചെയ്യേണ്ടി വരിക. സോ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ വരുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡും ഡിറ്റർമൈൻ ചെയ്യുന്ന വേജ് റേറ്റ് ആയിരിക്കും ഓരോ ഫേമും ഫോളോ ചെയ്യുന്നത്. അതാണ് ഈ വേജ് റേറ്റ് ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഫേമിൻ്റെ ആ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാം, അതാണ് ഫേമും ഫോളോ ചെയ്യുന്ന വേജ് എന്ന് പറയുന്നത്. ഹിയർ ഇക്വിലിബ്രിയം വേജ് ഈസ് ഈക്വൽ ടു ആവറേജ് വേജ് ആൻഡ് മാർജിനൽ വേജ്. അത് തന്നെയായിരിക്കും ആവറേജ് വേജും മാർജിനൽ വേജും ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്.
ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് വേജ് റേറ്റ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ലേബർ മാർക്കറ്റ്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ് വേജ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഹിയർ വേജ് റേറ്റ് ഇൻഡസ്ട്രി മുഴുവനായിട്ടോ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് കേവും മാർക്കറ്റ് സപ്ലൈയോ അല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്. പകരം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേർ മാർജിനൽ വേജ് ആൻഡ് മാർജിനൽ വേജ് ആൻഡ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഈക്വൽ ആവുന്ന, ദാറ്റ് ഈസ് MRP. MRPയും MW എന്ന് പറഞ്ഞാൽ മാർജിനൽ വേജ് ആണ്, MRP എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി. ഈ രണ്ടും ഈക്വലായി വരുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേർ MW ഈക്വൽസ് ടു MRP. ദെൻ അതിന് ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ വേജ് കണ്ടുപിടിക്കേണ്ടത്, പകരം നമുക്ക് ഒരു ആവറേജ് വേജ് കേവും കൂടെ കാണാം. ഇവിടെ AW എന്ന് പറയുന്ന ആവറേജ് വേജ് കേവും കൂടെ കാണാം. സോ നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് നിന്ന് താഴേക്ക് വരയ്ക്കുമ്പം എവിടെയാണോ ആവറേജ് വേജ് കർവിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന അതിന് ഡയറക്റ്റ് ആയിട്ട് Y ആക്സിസിലേക്ക് വരയ്ക്കുക. സോ ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം വേജ് റേറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈ കേസിൽ മാർജിനൽ വേജും ആവറേജ് വേജും ഒന്നും ഈക്വൽ അല്ല. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ മാത്രമായിരുന്നു MW ഈസ് ഈക്വൽ ടു AW വരുന്നത്. ഇവിടെ മാർജിനൽ വേജും ആവറേജ് വേജും ഒരേ ദിശയിലേക്ക് പോകുന്ന കേർവ്സ് ആണ് എങ്കിലും രണ്ടിനും വ്യത്യാസമുണ്ട്. മാർജിനൽ വേജ് ആവറേജ് വേജിനേക്കാൾ മുകളിലായിരിക്കും. നമ്മൾ ആദ്യം ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കും. എങ്ങനെ? MWയും MRPയും കട്ട് ചെയ്യുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം കണ്ടുപിടിച്ചു. ദെൻ അത് താഴേക്ക് വരയ്ക്കുമ്പോൾ എവിടെയാണോ AWനെ കട്ട് ചെയ്യുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും വേജ്. ഓക്കെ, വേജ് റേറ്റ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സർവീസസിൻ്റെ എങ്ങനെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. ക്യാപിറ്റലിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം റേറ്റ് ആണ് കേട്ടോ. ക്യാപിറ്റലിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ക്യാപിറ്റലിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് വരുന്ന കേസിൽ നമുക്ക് അതും ഡിമാൻഡ് ആൻഡ് സപ്ലൈ യൂസ് ചെയ്തിട്ടാണ്. ഇനി എന്താണ് എന്താണ് ഡിമാൻഡ് എന്നും എന്താണ് സപ്ലൈ എന്നും നമുക്ക് നോക്കാം. ഇവിടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ക്യാപിറ്റൽ ബിസിനസ് നീഡ്സ് ടു പ്രൊഡ്യൂസ് ഓർ ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസോ ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഡിമാൻഡ്. ഓക്കെ, ദെൻ ആ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം ക്യാപിറ്റൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് സപ്ലൈ. ഓക്കെ, എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് ഡിമാൻഡും എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളതും സപ്ലൈ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മെഷീനറി, എക്യുപ്മെന്റ്സ്, ടെക്നോളജി, അങ്ങനെയുള്ള ക്യാപിറ്റൽ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈയുമാണ്, അല്ലെങ്കിൽ ഈ ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. ദെൻ Y ആക്സിസിൽ നമ്മൾ സപ്ലൈ ഓഫ് സേവിങ്സ് കാണിച്ചിട്ടുള്ളത്. ദെൻ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സും. സോ ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ നമ്മൾ നോക്കുക. സോ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് കിട്ടും, ക്യാപിറ്റലിൻ്റെ റേറ്റ് കിട്ടും. ഓക്കെ, ഈ റേറ്റ് ആണ് ഇക്വിലിബ്രിയം റേറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫേമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്. ഇനി ഇൻ കേസ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, ഇൻ കേസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസോ ഡിക്രീസോ ഏതെങ്കിലും ഒരു ഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ ഒരു ഫേം അത് 6ൽ നിന്ന് 6.1 റേറ്റ് കൂട്ടി, അല്ലെങ്കിൽ ഫേം എന്ന് പറയേണ്ട ആ ക്യാപിറ്റലിൻ്റെ റേറ്റ്, ആ പെർട്ടിക്കുലർ ക്യാപിറ്റലിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ നോക്കുക, ഡിമാൻഡ് കേർവിനെ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, അതുപോലെ തന്നെ നേരെ വന്ന സപ്ലൈ കേർവിനെ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, എന്ത് സംഭവിച്ചു? ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. അതായത് ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടുതലാണ് എന്ന് പറയുന്നത് എന്താണ്? എക്സസ് സപ്ലൈ. ഇത്രയും എക്സസ് സപ്ലൈ ഉണ്ട്.
ഓക്കെ. എക്സസ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താ സിറ്റുവേഷൻ? സപ്ലൈ, അതായത് സാധനം അവൈലബിൾ ആണ്, പക്ഷെ വാങ്ങാൻ ആരുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? റേറ്റ് കുറയും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇക്വിലിബ്രിയം റേറ്റിലേക്ക് തന്നെ എത്തും. ഇനി അതേസമയം റേറ്റ് കുറച്ചു എന്ന് വിചാരിക്കാം. ആർ എന്നുള്ള ഇക്വിലിബ്രിയം റേറ്റിൽ നിന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2ലേക്ക് കുറച്ചു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരച്ച് നോക്കാം. സപ്ലൈ കേർവ് ഇവിടെയാണ്, അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറഞ്ഞു. ഡിമാൻഡ് കേർവ് കട്ട് ചെയ്യുന്ന ഇവിടെയാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. എന്ത് സംഭവിച്ചേ? സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്തു. ആ സിറ്റുവേഷനെയാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം എക്സസ് ഡിമാൻഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? സാധനം അവൈലബിൾ അല്ല, അല്ലേ? ക്യാപിറ്റൽ അവൈലബിൾ അല്ല, പക്ഷെ വാങ്ങാൻ ആൾക്കാർ, ഡിമാൻഡ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് കൂടും. അപ്പോൾ വീണ്ടും ഇക്വിലിബ്രിയം റേറ്റിലേക്ക് തന്നെ എത്തും. അങ്ങനെയാണ് എന്താണ് ക്യാപിറ്റൽ സർവീസസിൻ്റെ പ്രൈസിങ്ങിൻ്റെ ഗ്രാഫ് ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സസ് സപ്ലൈ വരാനും എക്സസ് ഡിമാൻഡ് വരാനുള്ള സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണ്, അത് വീണ്ടും എങ്ങനെയാണ് പഴയ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇത്ര കാര്യം, ഇത് രണ്ട് കാര്യമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആ ഗ്രാഫ് വരച്ച് നമ്മൾ നോക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ലേബർ മാർക്കറ്റിന്റെ കേസിൽ അത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലും ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലും, എന്നാൽ ക്യാപിറ്റൽ സർവീസസിന്റെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന്റെ കേസ് ഒരു കേസ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. അവിടെ എക്സസ് സപ്ലൈ വരുന്ന കേസും എക്സസ് ഡിമാൻഡ് വരുന്ന കേസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക് യു.